നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ടാഗിറ്റ്സ് എഡ്യൂക്കേഷൻ സൊല്യൂഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് GS പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജിയോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് നോർത്ത് സ്റ്റാർ ആണ്. ഇപ്പോൾ നോർത്ത് സ്റ്റാർ എന്താണെന്ന് നമുക്ക് പഠിക്കാം. In ancient time, people used to determine direction during the night with the help of stars. എന്താണ് നമുക്കറിയാം, അത് നോർത്ത് സ്റ്റാർ ഇൻഡിക്കേറ്റ്സ് ദി നോർത്ത് ഡയറക്ഷൻ. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് ദി പോൾ സ്റ്റാർ. ഇറ്റ് ഓൾവേസ് റിമെയിൻ ഇൻ ദ സെയിം പൊസിഷൻ ഇൻ ദ സ്കൈ. നമുക്കറിയാം, നമ്മളുടെ സ്കൈയിലേക്ക്, ആകാശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക കുറച്ച് സ്റ്റാറുകൾ എന്താണ് എപ്പോഴും ഒരേ രീതിയിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ അങ്ങനെ പണ്ടുള്ള ആൾക്കാരെന്താണ് ഈ സ്റ്റാറിനെ യൂസ് ചെയ്തിട്ടാണ് എങ്ങനെ ഓരോ ഡയറക്ഷനും കണ്ടുപിടിച്ചിരുന്നത്. നമുക്കറിയാം, ബൈബിളിലൊക്കെ എന്താണ് രാജാക്കന്മാർ യേശുവിനെ കാണാനായിട്ട് വന്നപ്പോഴെന്താണ് ഒരു സ്റ്റാറിൻ്റെ സഹായത്തോടെയാണ് ഇവരെന്ത് വന്നത്, ഈ യേശു എവിടെയാണ് ജനിച്ചത്, എവിടെയാണെന്നൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ അവർ ആ സ്റ്റാറിൻ്റെ ഡയറക്ഷനിലൂടെയാണ് സഞ്ചരിച്ച് വഴികൾ കണ്ടെത്തുകയും സ്ഥലത്ത് കൃത്യമായി എത്തിച്ചേരുകയും ചെയ്തത്. അതുപോലെ തന്നെ ഈ പറയുന്ന പണ്ടത്തെ ഏൻഷ്യൻ ടൈംസിൽ ആൾക്കാർ എങ്ങനെയാണ് വഴികൾ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ സഞ്ചരിച്ചിരുന്നത് ഈ സ്റ്റാറിനെ സഹായത്തോടെയാണ്. ഈ സ്റ്റാർ എന്താണ് നോർത്ത് ഡയറക്ഷനിലാണുള്ളത്. അപ്പോഴെന്താണ് നോർത്ത് ഡയറക്ഷൻ ലഭിച്ചാൽ അതിൻ്റെ ഈസ്റ്റും അതുപോലെ തന്നെ സൗത്തും വെസ്റ്റും എല്ലാം നമുക്ക് അറിയാൻ കഴിയും. സോ അങ്ങനെയാണ് ആളുകൾ ഏൻഷ്യൻ ടൈംസിലുള്ള ആളുകൾ സഞ്ചരിച്ചത്. ഇന്നാണ് പിന്നീട് എന്താണ് ഈ പറയുന്ന പല ഗൂഗിൾ പോലുള്ള അങ്ങനെ ഒരുപാട് ടെക്നോളജിക്കൽ പരമായിട്ട് കാര്യങ്ങൾ വന്നു തുടങ്ങിയത്. പക്ഷേ ഏൻഷ്യൻ ടൈംസിൽ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. സോ ദ നോർത്ത് സ്റ്റാർ ഇൻഡിക്കേറ്റ്സ് ദി നോർത്ത് ഡയറക്ഷൻ. എന്താണ് നോർത്ത് ഡയറക്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് പോളാർ സ്റ്റാർ എന്നുകൂടി ഇതിനെ വിളിക്കുന്നുണ്ട്. നോർത്ത് സ്റ്റാറിനെ എന്താണ് പോളാർ സ്റ്റാർ എന്നുകൂടി വിളിക്കുന്നുണ്ട്. പോളാർ സ്റ്റാർ. സോ ഉർസ മൈനർ കണ്ടെയ്ൻ വൺ സ്റ്റാർ വിത്ത് എ കൺഫേംഡ് പ്ലാൻ ആൻഡ് ഹാസ് നോ മെസ്സിയർ ഒബ്ജക്റ്റ്, ദ ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ഇൻ ദി കോൺസ്റ്റലേഷൻ. ഉർസ മൈനർ എന്താണ്? ഉർസ മൈനർ എന്ന് പറയുന്നത് എന്താണ്? ഈ ഉർസ മൈനർ എന്ന് പറയുന്ന ഇത് കണ്ടെയ്ൻ ചെയ്യുന്നത് എന്താണ്? വിത്ത് എ കൺഫേംഡ് പ്ലാനറ്റ് ഹാസ് നോ മെസ്സിയർ ഒബ്ജക്റ്റ്. ഇതിനകത്ത് എന്താണ്? ഈ ഉർസ മൈനറിന് എന്താണ് ഒരു മെസ്സിയർ ഒബ്ജക്റ്റും കാണുകയില്ല. ദ ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ഇൻ ദി കോൺസ്റ്റലേഷൻ ഓഫ് പോളാറിസ്. എന്താണ്? ദ ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ഇൻ ദി കോൺസ്റ്റലേഷൻ ഈസ് പോളാറിസ്. ഈ ബ്രൈറ്റസ്റ്റ് സ്റ്റാറിനെ എന്താണ്? ഈ ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറിനെ പോളാറിസ് എന്നാണ് വിളിക്കുന്നത്. ഈ ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറിനെ. അപ്പോൾ ഇതാണ് മിക്കവാറും എന്താണ് നോർത്ത് സ്റ്റാർ എന്നറിയപ്പെടുന്നത്. നോർത്തിലായിരിക്കും ഇതിൻ്റെ പൊസിഷൻ. നമ്മൾ പഠിച്ചു നോർത്തിലായിരിക്കും. ഉർസ മൈനർ എന്താണ്? ഒരു സൈസ് ഒരു ആകൃതിയാണ് അതിനെ പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ നോർത്ത് സ്റ്റാറിനെ പോളാറിസ് എന്നാണ് വിളിക്കുന്നത്. സോ ഉർസ മൈനർ ഉർസ മേജർ ഉണ്ട്. അപ്പോൾ രണ്ടെണ്ണം ഉണ്ട്. ഉർസ മൈനർ ഉണ്ട്, ഉർസ മേജർ ഉണ്ട്. ഉർസ മേജറിനെ എന്തുകൂടി പറയും? ബിഗ് ഡിപ്പർ എന്നുകൂടി പറയും. ഉർസ മേജർ ഇസ് ദ ലാർജസ്റ്റ് നോർത്തേൺ കോൺസ്റ്റലേഷൻ ആൻഡ് തേർഡ് ലാർജസ്റ്റ് കോൺസ്റ്റലേഷൻ ഇൻ ദ സ്കൈ. അതെന്താണ്? അതൊരു നക്ഷത്ര കോൺസ്റ്റലേഷൻ എന്ന് വെച്ചാൽ കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ് എന്ന് പറയത്തില്ലേ, എന്ന് വെച്ചാൽ നക്ഷത്ര സമൂഹം. ഈ ഉർസ മേജർ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ആയിട്ടുള്ള നോർത്തേൺ കോൺസ്റ്റലേഷൻ, ഒരു നക്ഷത്ര സമൂഹമാണ്. ഒരു ലാർജസ്റ്റ് നോർത്തേൺ കോൺസ്റ്റലേഷൻ ആണ്. അതുപോലെ തന്നെ തേർഡ് ലാർജസ്റ്റ് കോൺസ്റ്റലേഷൻ ഇൻ ദ സ്കൈ, ആകാശത്തിലുള്ള തേർഡ് ലാർജസ്റ്റ് കോൺസ്റ്റലേഷൻ ഒരു നക്ഷത്ര സമൂഹമാണ്. തേർഡ് ലാർജസ്റ്റ് നക്ഷത്ര സമൂഹം അല്ലെങ്കിൽ സ്റ്റാർ കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ് ആണ് ഈ ഉർസ മേജർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോർത്തേനുള്ള ലാർജസ്റ്റ് കോൺസ്റ്റലേഷനും നോർത്തേൺ സൈഡിലുള്ള ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നക്ഷത്ര സമൂഹവും ആകാശത്തിൽ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ തേർഡ് ലാർജസ്റ്റ് കോൺസ്റ്റലേഷനുമാണ്. ഇതെല്ലാം എന്താണ്? ഒരു നക്ഷത്ര സമൂഹമാണ്. ഉർസ മൈനർ എന്ന് പറയുന്നതും ബിഗ് ഡിപ്പർ അഥവാ ഉർസ മേജർ എന്ന് പറയുന്ന ഒരു നക്ഷത്ര സമൂഹമാണ്. രണ്ടിലും എന്താണ് അതിൻ്റെ ഒരു ആകൃതിയിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ ഒരു സ്ഥാനങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇറ്റ്സ് ബ്രൈറ്റസ്റ്റ് സ്റ്റാർസ് ഫ്രം ദി ബിഗ് ഡിപ്പർ ആസ്റ്ററിസം. എന്താണ് ഈ പറയുന്ന ബിഗ് ഡിപ്പറിൻ്റെ ഉർസ മേജറിൻ്റെ ബ്രൈറ്റസ്റ്റ് സ്റ്റാർ എന്ന് പറയുന്നത് ഏതാണ്? ആസ്റ്ററിസമാണ്. വൺ ഓഫ് ദി മോസ്റ്റ് റെക്കഗ്നൈസബിൾ ഷേപ്പ് ഇൻ ദ സ്കൈ, ഓൾസോ നോൺ ആസ്
എ നോൺ ആസ് ദി പ്ലഗ്. എന്താണ്? ഫ്രം ഇറ്റ്സ് ബ്രൈറ്റസ്റ്റ് സ്റ്റാർസ് ഫ്രം ദി ബിഗ് ഡിപ്പർ ആസ്റ്ററിസം. എന്താണ് ഈ പറയുന്ന ഈ നക്ഷത്ര സമൂഹം, ഈ ബിഗ് ഡിപ്പർ എന്ന് പറയുന്ന നക്ഷത്ര സമൂഹത്തിലെ ബ്രൈറ്റസ്റ്റ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആസ്റ്ററിസമാണ്. അതുപോലെ തന്നെ ഇതെന്താണ്? ഇതൊരു റെക്കഗ്നൈസബിൾ ഷേപ്പാണ്. ഏതാണ്? പ്ലഗ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്താ വെച്ചാൽ പ്ലഗിൻ്റെ കൂട്ടായിട്ടിരിക്കുന്നത്. വെച്ചാൽ നമ്മളെ ഉഴുതുമറിക്കുന്ന പ്ലഗ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂട്ടാണ് ഇതിൻ്റെ ഒരു ആകൃതി എന്ന് പറയുന്നത്. സോ അതാണ് ഈ പറയുന്ന ഉർസ മേജർ അല്ലെങ്കിൽ നോർത്ത് സ്റ്റാറുമായി ബന്ധപ്പെട്ട സാധനം. നമുക്ക് ഇത് ഓർത്ത് വെക്കണം. നോർത്ത് സ്റ്റാർ എന്താണ്? നോർത്ത് സ്റ്റാർ എന്ന് ഏഷ്യൻ ടൈംസിൽ ആൾക്കാർ യൂസ് ചെയ്ത വഴി അല്ലെങ്കിൽ യാത്രയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് സഞ്ചാരപഥം ഒരുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഒരു സ്റ്റാറായിരുന്നു ഈ പറയുന്ന ഉർസ മേജറിലെ പോളാറിസ് അല്ലെങ്കിൽ നോർത്ത് സ്റ്റാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതെന്താണ്? നോർത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ നക്ഷത്ര സമൂഹത്തെ പോളാറിസ് ഉള്ള അല്ലെങ്കിൽ നോർത്ത് സ്റ്റാർ ഉള്ള നക്ഷത്ര സമൂഹത്തെ വിളിക്കുന്ന പേരാണ് ഉർസ മൈനർ എന്ന് പറയുന്നത്. അപ്പോൾ പോളാറിസിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? ഉർസ മൈനറിലായിരിക്കും, അല്ലെങ്കിൽ നോർത്ത് സ്റ്റാറിൻ്റെ ലൊക്കേഷൻ ഉർസ മൈനറിലായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് നെബുലാർ ഹൈപ്പോതെസിസിനെ കുറിച്ചും ബിഗ് ബാങ് തിയറിയെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത്. നെബുലാർ ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത് പ്രപ്പോസ്ഡ് ബൈ പൈറേ സൈമൺ ഡി ലാപ്ലേസ് എന്നാണ്. ഇതിന് എന്താണ്? നെബുലാർ തിയറി ഓഫ് ലാപ്ലേസ് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. നെബുലാർ തിയറി ഓഫ് ലാപ്ലേസ് 1796 എന്താണ് ഈ പറയുന്ന പൈറേ സൈമൺ ഡി ലാപ്ലേസ് എന്താണ് നെബുലാർ ഹൈപ്പോതെസിസ്, നെബുലാർ തിയറി ഓഫ് ലാപ്ലേസ് കൊണ്ടുവന്നത്. which explain how the solar system was formed. The hypothesis concerned that the planets were formed out of a cloud of a material associated with the youthful sun which was slowly rotating. എന്താണ് നേരത്തെ എന്താണ് ഈ നെബുലാർ തിയറി ഓഫ് ലാപ്ലേസ് പ്രകാരം എന്താണ് ഈ പറയുന്ന ഈ പറയുന്ന എന്താണ് ഒരു ക്ലൗഡിൽ നിന്നാണ് ഈ ഭൂമി ഉണ്ടായതെന്നാണ് പറയുന്നത്. ക്ലൗഡിൽ നിന്ന് ക്ലൗഡായിരുന്നു ആദ്യമേ, പിന്നീട് എന്താണ് ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത് വളരെ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴെന്താണ് റൊട്ടേഷൻ എനർജി ക്രിയേറ്റ് ചെയ്യപ്പെട്ടപ്പോഴെന്താണ് സംഭവിച്ചത്? ഇതിനകത്തുള്ള ഹീറ്റെല്ലാം പുറത്തോട്ട് പോയി. ഹീറ്റ് പുറത്തു പോയപ്പോഴെന്താണ് ഈ പറയുന്ന ക്ലൗഡ് കംപ്രസ്ഡ് ആയി, എന്ന് വെച്ചാൽ ചുരുങ്ങിയപ്പോഴെന്താണ് അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഈ പറയുന്ന ഹീലിയം പോലുള്ള വാതകങ്ങളൊക്കെ പുറത്തു പോയി. അതിനുശേഷം ഈ പറയുന്ന ഇതിനകത്തുള്ള മറ്റ് മെറ്റീരിയൽസിലെല്ലാം ഈ സോയിലായിട്ട് മാറി, വാതകങ്ങളെല്ലാം സോയിലായിട്ട് മാറി, ആയിട്ട് കൺവേർട്ടായി. അങ്ങനെ പതുക്കെ വളരെ ഓർബിറ്റ് ആവുകയും അങ്ങനെ ഭൂമിയൊക്കെ ഉണ്ടായി എന്നാണ് ഈ നെബുലാർ തിയറി ഓഫ് ലാപ്ലേസ് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ജിയോഗ്രഫിയുടെ പ്ലേലിസ്റ്റിൽ, നിങ്ങൾക്കത് കാണാം. സോ അതാണ് നെബുലാർ തിയറി ഓഫ് ലാപ്ലേസ് എന്ന് പറയുന്നത്. ഇവർ പറയുന്നതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ദ ഹൈപ്പോതെസിസ് കൺസിഡർ ദാറ്റ് പ്ലാനറ്റ് വെർ ഫോംഡ് ഔട്ട് ഓഫ് എ ക്ലൗഡ് ഓഫ് മെറ്റീരിയൽ അസോസിയേറ്റഡ് വിത്ത് യൂത്ത്ഫുൾ സൺ വിച്ച് വാസ് സ്ലോലി റൊട്ടേറ്റിംഗ്. എന്താണ് ഒരു യൂത്ത്ഫുൾ സണ്ണിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ക്ലൗഡിൽ നിന്നാണ് ഈ പറയുന്ന പ്ലാനറ്റ് ഉണ്ടായത് എന്നാണ് ഈ നെബുലാർ തിയറി ഓഫ് ലാപ്ലേസിൽ പറയുന്നത്. അടുത്തത് ബിഗ് ബാങ് തിയറിയാണ്. മോസ്റ്റ് പോപ്പുലർ ആർഗ്യുമെൻ്റ് ആണ് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്. ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത് എക്സ്പാൻഡിങ് ഓഫ് യൂണിവേഴ്സ് ആണ്. ഈ യൂണിവേഴ്സ് നേരത്തെ ഒരു ടിനി ബോളായിരുന്നു. അവരുടെ ഈ ബിഗ് ബാങ് തിയറി അപേക്ഷിച്ച് ടിനി ബോളായിരുന്നു. ഈ പറയുന്ന പ്ലാനറ്റ്സ് ടിനി ബോളായിരുന്നു. ഈ ടിനി ബോളിൽ നിന്നാണ് പതുക്കെ ഈ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് വിശ്വാസം. അവർ ഈ ബിഗ് ബാങ് തിയറിയിൽ പറയുന്നത് എന്താണ്? ഇതിന് മുമ്പ് ഈ ബിഗ് ബാങ് തിയറി പ്രകാരം യൂണിവേഴ്സ് ഉണ്ടാകാൻ കാരണമായ എല്ലാ മാറ്ററും ഒരു പ്ലേസിലായിരുന്നു, ആസ് എ ടിനി ബോൾ. അതുപോലെ തന്നെ പിന്നീട് യൂണിമാജിനബിളി സ്മോൾ വോളിയം, നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത വണ്ണം ഒരു ചെറിയ വോളിയത്തിലായിരുന്നു. അത് ഇൻഫിനിറ്റ് ടെമ്പറേച്ചർ, അപാരമായ ടെമ്പറേച്ചറിൽ ആൻഡ് ഇൻഫിനിറ്റ് ഡെൻസിറ്റി, അപാരമായ ഡെൻസിറ്റിയിലായിരുന്നു ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്ത് വരികയായിരുന്നു എന്നായിരുന്നു ബിഗ് ബാങ് തിയറി പറയുന്നത്. സോ ഈ വേർഡ്സൊക്കെ ഓർത്തിരുന്നാൽ മതി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സാധനമാണ് എർത്ത് ട്വിൻ.
എർത്ത് ട്വിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? എന്താണ്? വീനസ് ഈസ് ദി സെക്കൻഡ് പ്ലാനറ്റ് ഫ്രം ദി സൺ ഓർബിറ്റിംഗ് എവരി 224.7 എർത്ത് ഡേയ്സ്. എന്താണ് വീനസ്? എന്താണ് വീനസ് ആണ് എന്താണ് എർത്ത് സൂര്യനിൽ നിന്നും രണ്ടാമത് സ്ഥിതി ചെയ്യുന്ന പ്ലാനറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന വീനസ് ആണ്. അപ്പോൾ വീനസ് എന്താണ് ഏകദേശം എന്താണ് ഒബ്റ്റെയിനിങ് എവരി 224.7 എർത്ത് ഡേയ്സ്. 227.7 എർത്ത് ഡേയ്സ് ആണ് വീനസിനുള്ളത്. ഇറ്റ് ഹാസ് ദ ലോങ്സ്റ്റ് റൊട്ടേഷൻ പീരീഡ് ഓഫ് എനി പ്ലാനറ്റ് ഇൻ ദി സോളാർ സിസ്റ്റം ആൻഡ് റൊട്ടേറ്റ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി മോസ്റ്റ് ഓഫ് അതർ പ്ലാനറ്റ്സ്. എന്താണ് ഇതിപ്പം എല്ലാ പ്ലാനറ്റ്സും എന്താണ് നമുക്കറിയാം. ഈ പറയുന്ന ഭൂമി എങ്ങോട്ടാണ്? ഈസ്റ്റ് വെസ്റ്റ് ആണ്. വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് കറങ്ങുന്നത്. വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. പക്ഷേ എന്താണ് ഈ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ കറങ്ങുന്ന ഒരു പ്ലാനറ്റ് മാത്രമേ ഉള്ളൂ, അത് വീനസ് ആണ്. അത് സൂര്യനിൽ നിന്ന് രണ്ടാമതാണ്. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചു പോകാം. ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ കാണുവാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷൻ ഏതാണ് എന്നൊക്കെ രീതിയിലുള്ളൊരു ചിത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അപ്പോൾ ഇതാണ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് എന്താണ് വീനസ് ആണ് എന്താണ് ട്വിൻ പ്ലാനറ്റ്സ് എന്നറിയപ്പെടുന്നത്. എർത്തിൻ്റെ ട്വിൻ പ്ലാനറ്റ്സ് എന്ന് വെച്ചാൽ എർത്തിൻ്റെ അതേ സ്വരൂപം, അല്ലെങ്കിൽ എന്താണ് അതിന് പറയുന്നത്, ട്വിൻസ് എന്ന് കേട്ടിട്ടില്ലേ നമ്മൾ, ഇരട്ടകൾ എന്ന് പറയുന്നില്ലേ. അപ്പോൾ എർത്തിൻ്റെ ഇരട്ടയാണ് ആര്? ഈ പറയുന്ന വീനസ്. അതുപോലെ തന്നെ വീനസ് ഈസ് കൺസിഡേർഡ് ആസ് ദി എർത്ത് ട്വിൻ ബിക്കോസ് ഇറ്റ്സ് സൈസ് ആൻഡ് ഷേപ്പ് ആർ വെരി മച്ച് സിമിലർ ടു ദാറ്റ് ഓഫ് ദി എർത്ത്. അപ്പോൾ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് എർത്ത് വീനസിൻ്റെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വീനസ് എർത്തിൻ്റെ ട്വിന്നായിട്ട് കണക്കാക്കപ്പെടുന്നത് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ സൈസും ഷേപ്പുമാണ്. വീനസിൻ്റെ ഷേപ്പും സൈസും എന്താണ്? ഏകദേശം എർത്തിന് തുല്യമാണ്. ബിക്കോസ് ഇറ്റ്സ് സൈസ് ആൻഡ് ഷേപ്പ്, അതിൻ്റെ ഷേപ്പും സൈസുമാണ്. വലിപ്പം കൂടുതൽ കാണാം, പക്ഷേ എന്താണ് സൈസും ഷേപ്പും സൈസും ഷേപ്പും എന്താണ് എർത്തിന് തുല്യമാണ്. അതുകൊണ്ടാണ് എർത്ത് ട്വിൻ എന്ന് വീനസിനെ വിളിച്ചിരിക്കുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റിലേക്ക്. സോ അടുത്തത് ഇന്നർ പ്ലാനറ്റ്സ് ആണ്. ഇന്നർ പ്ലാനറ്റ്സ് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു ചിത്രം വരച്ചേക്കുന്നത്. നേരത്തെ വീനസ് പോലെ വരച്ചതുപോലെ കഴിഞ്ഞ ചോദ്യം നമ്മൾ നേരിട്ടതുപോലെ ഇങ്ങനൊരു ചോദ്യം ഇതിങ്ങനെ വരച്ച് വെക്കുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പഠിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. സോ അതുകൊണ്ടാണ് ഇങ്ങനൊരു ചിത്രം വരച്ചത്. സോ എന്താണ് ഇന്നർ പ്ലാനറ്റ്സ്? സോ അവർ പ്ലാനറ്റ്സ് സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 8 പ്ലാനറ്റ്സ്. നമ്മുടെ സോളാർ സിസ്റ്റം എന്താണ് 8 പ്ലാനറ്റ്സ് ആണുള്ളത്. അതൊക്കെയാണ് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. സോ അതിൽ Mercury, Venus, Earth and Mars are called as the inner planets as they lie between the Sun and the belt of asteroids. The other 4 planets, normally Jupiter, Saturn, Uranus and Neptune, are called the outer planets. എന്താണ് ഈ എർത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഓർബിറ്റിൽ സ്ഥിതി ചെയ്യുന്ന 4 പ്ലാനറ്റിനെ എന്താണ് ഇന്നർ പ്ലാനറ്റ്സ് എന്നും എർത്തിന് അകലത്തിൽ നിൽക്കുന്ന പ്ലാനറ്റ്സിനെ ഔട്ടർ പ്ലാനറ്റ്സും എന്നും ആണ് വിളിക്കുന്നത്. അപ്പോൾ സണ്ണിന് അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ്സ് ഏതാണ്? നമുക്ക് കാണാം. ഏതൊക്കെയാണ്? മെർക്കുറി, വീനസ് എന്താണ് എർത്തിൻ്റെ ട്വിൻ ആണ്, അത് നമ്മൾക്കറിയാമല്ലോ. അപ്പോൾ മെർക്കുറി, വീനസ്, എർത്ത്, മാർസ് ഇവ എന്താണ് ഇന്നർ പ്ലാനറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഔട്ടർ പ്ലാനറ്റ്സ് ഏതൊക്കെയാണ്? ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ഇതൊക്കെ എന്താണ് ഔട്ടർ പ്ലാനറ്റ്സ് ആണ്. സോ ഇനി അത് തെറ്റുകയില്ലല്ലോ. സോ അപ്പോഴെന്താണ് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്. അപ്പം മെർക്കുറി ആദ്യം, വീനസ് സെക്കൻഡ്, എർത്ത് തേർഡ്, മാർസ് ഫോർത്ത്. ഇത് 4 പഠിച്ചു വെച്ചാൽ ഇന്നർ പ്ലാനറ്റ്സ് പഠിച്ചു വെച്ചാൽ ബാക്കി എന്താണ് നമുക്ക് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. സോ alternately the first 4 are called terrestrial, meanings earth like us they are made up of rock and metals. എന്താണ് ആദ്യത്തെ ഈ പറയുന്ന പ്ലാനറ്റ്സിനെ എന്താണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്നാണ് പറയുന്നത്. കാരണം എന്താണ് അത് ഉണ്ടാക്കി അല്ലെങ്കിൽ അത് ഫോം ആയത് ഡെവലപ്പ് അല്ലെങ്കിൽ അതിൽ എന്താണ് ഈ 4 പ്ലാനറ്റ്സിലുള്ള എന്താണ് ലൈക്ക് എന്താണ് ദേ ആർ മേഡ് അപ്പ് ഓഫ് റോക്ക് ആൻഡ് മെറ്റൽസ്. മെറ്റൽ കൊണ്ടും റോക്സ് കൊണ്ടുമാണ് ഈ 4 പ്ലാനറ്റ്സും ഡെവലപ്ഡ് ആയത് അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളത്.
സോ ആൻഡ് ഹാവ് റിലേറ്റീവ്ലി ഹൈ ഡെൻസിറ്റി. ഈ 4 പ്ലാനറ്റ്സ് എന്താണ്, ഹൈ ഡെൻസിറ്റിയാണ് ഉള്ളത്. റെസ്റ്റ് ഓഫ് 4 ആർ കാൾഡ് ജോവിയൻ ഓർ ഗ്യാസ് ജയൻ പ്ലാനറ്റ്സ്. മറ്റ് 4 പ്ലാനറ്റ്സും എന്താണ്, ജോവിയൻ അഥവാ ജയൻ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നു. അതിൻ്റെ വലിപ്പം നോക്കൂ, നിങ്ങളതിൻ്റെ വലിപ്പം നോക്കിയാൽ ജയൻ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, വലിപ്പത്തിൽ നമുക്കറിയാം വലിയത് അല്ലെങ്കിൽ വലിയ ആൾക്കാരൊക്കെ പറയുന്ന ജയൻ്റ് എന്നൊക്കെ പറയുന്നത്. സോ അതുകൊണ്ട് എന്താണ്, നമുക്ക് മെർക്കുറി, വീനസ്, എർത്ത്, മാർസിനെ കാണുമ്പോൾ ചെറുതാണ് അല്ലേ, ഈ പറയുന്ന ഔട്ടർ പ്ലാനറ്റിനെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. അപ്പോൾ അതിനെ എന്താണ്, ജയൻ്റ് പ്ലാനറ്റ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഇന്നർ പ്ലാനറ്റ്സ് തന്നെയാണ് എന്ത്, ഈ പറയുന്ന ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്നുകൂടി അറിയപ്പെടുന്നത്. സോ അത് അവിടെ എത്രയേ ഉള്ളൂ. സോ അടുത്തത് എന്താണ്, യൂറേഷ്യൻ എക്കണോമിക് യൂണിയൻ ആണ്. യൂറേഷ്യൻ എക്കണോമിക് യൂണിയൻ എന്താണിത്? സോ ഇത് നമുക്ക് ആൻഡ്രക്സ് പ്രോജക്റ്റിനെ കുറിച്ചാണ് അറിയേണ്ടത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അറിയേണ്ടത് വെച്ചാൽ ആൻഡ്രക്സ് പ്രോജക്റ്റ് ആണ്. ഈ ആൻഡ്രക്സ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ആൻഡ്രക്സ് പ്രോജക്റ്റിൻ്റെ ഭാഗമാക്കുന്നു എന്നാണ്. ആൻഡ്രക്സ് പ്രോജക്റ്റ് എന്ന് വെച്ചാൽ അന്റാർട്ടിക് ഡീപ്പ് വാട്ടർ റേറ്റ്സ് ഓഫ് എക്സ്പോർട്ടാണ്. അന്റാർട്ടിക് ഡീപ്പ് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു ഒരു പ്രോജക്റ്റാണ് ആൻഡ്രക്സ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റിന് കൂടെ തന്നെ എന്താണ്, റിസർച്ചേഴ്സ് എന്താണ് സ്റ്റഡി ചെയ്യുന്നത്, ഓഷ്യൻ സർക്കുലേഷൻ ആൻഡ് കാർബൺ കോൺസെൻട്രേഷൻ ഓഫ് ദ വെഡൽ ഗിയർ ടു ദ ഈസ്റ്റ് ഓഫ് ദി അന്റാർട്ടിക് പെനിൻസുല ആസ് പാർട്ട് ഓഫ്. എന്താണ് ഈ അന്റാർട്ടിക് പെനിൻസുലയിലുള്ള, ഈസ്റ്റ് ഓഫ് ദി അന്റാർട്ടിക് പെനിൻസുലയിലുള്ള വെഡൽ ഗിയർ എന്ന് പറയുന്ന ഭാഗത്ത് എന്താണ് ഈ സർക്കുലേഷൻ, എന്താണ് ഓഷ്യൻ സർക്കുലേഷനും കാർബൺ കോൺസെൻട്രേഷൻ്റെ കുറിച്ചുള്ള പഠനം എന്താണ് ഈ ആൻഡ്രക്സ് പ്രോജക്റ്റിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. സോ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് വെച്ചാൽ ഈ പറയുന്ന കാർബൺ കോൺസെൻട്രേഷൻ എന്താണ്, കാർബൺ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഓഷ്യൻ ഭാഗത്ത് കാർബൺ കോൺസെൻട്രേഷനൊക്കെ എന്താണ് സംഭവിക്കുന്നത്, ഈ കാർബൺ ഡൈ ഓക്സൈഡിന് എന്താണ് ഇവർ പറയുന്നത്, റിസർച്ചേഴ്സ് പറയുന്നത് ഈ ഫോട്ടോ പ്ലാങ്ക്ടോൺസ്, ഈ ഫോട്ടോ പ്ലാങ്ക്ടോൺസിന് ഒരു കഴിവുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ the data show that the Weddell gear, the dominant process enabling uptake of carbon dioxide from the atmosphere and its removal to the deep ocean, included the role of photoplanktons. എന്താണ് അറ്റ്മോസ്ഫിയറിൻ്റെ മുകളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കൂടുതൽ അതെന്താണ് ഈ ഫോട്ടോ പ്ലാങ്ക്ടോൺസ് ആണ് അതിനെ ക്യാരി ചെയ്തിട്ട്, അതിനെ അബ്സോർബ് ചെയ്തിട്ട് എന്താണ് ഈ ഡീപ്പ് ഓഷ്യനിലേക്ക് തള്ളുന്നത് ആരാണ്, ഈ പറയുന്ന ഫോട്ടോ പ്ലാങ്ക്ടോൺസ് ആണ്. അപ്പോൾ ഈ ഓഷ്യനിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുന്നത് ആരാണ്, ഈ പറയുന്ന ഫോട്ടോ പ്ലാങ്ക്ടോൺസിന് വലിയൊരു കഴിവുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു സ്റ്റഡി നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ റിസർച്ചേഴ്സ് പറയുന്നത് എന്തുകൊണ്ട് ഫോട്ടോ പ്ലാങ്ക്ടോൺസിനെ യൂസ് ചെയ്തുകൂടാ, ഭാവിയിൽ എന്താണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ അളവ് കുറയ്ക്കാൻ വേണ്ടി ഫോട്ടോ പ്ലാങ്ക്ടോൺസിനെ യൂസ് ചെയ്തുകൂടെ എന്നുള്ളൊരു പഠനം നടക്കുകയാണ് നിലവിൽ. സോ അതെന്താണ് ഈ ആൻഡ്രക്സ് പ്രോജക്റ്റിൻ്റെ ഭാഗമാവുകയാണ്. ഇത് എവിടെയാണ് ഈ സ്റ്റഡി നടക്കുന്നത്, അന്റാർട്ടിക് ഡീപ്പ് ഓഷ്യനിലാണ് ഈ സ്റ്റഡി നടക്കുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് യൂറേഷ്യൻ എക്കണോമിക് യൂണിയനൊക്കെ ഉള്ള പേരുകൾ. സോ അത് നോട്ട് ചെയ്യുക. സോ ഇതിനെന്താണ് ഫോട്ടോ പ്ലാങ്ക്ടോൺസിന് എന്താണ് പ്രത്യേകമായ ഒരു കഴിവുണ്ട്. ഈ കഴിവിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് അവരെന്താണ് സർഫേസ് ഓഫ് ദി ഓഷ്യൻ്റെ സർഫേസിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ എന്താണ് റിമൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, എന്താണ് ഈ പറയുന്ന സർഫേസിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുന്ന ഈ ഫോട്ടോ പ്ലാങ്ക്ടോൺസിൻ്റെ പ്രവൃത്തിയാണ് ബയോളജിക്കൽ കാർബൺ പമ്പ് എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഓഷ്യൻ്റെ സർഫേസിൽ കൂടുമ്പോഴുള്ള പ്രശ്നം എന്താണ്, അസിഡിഫിക്കേഷൻ സംഭവിക്കുന്നത്. എന്താണ് അസിഡിഫിക്കേഷൻ, ഈ ഓഷ്യൻ്റെ സർഫേസിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും ഓഷ്യനുള്ള കെമിക്കലുമായിട്ട് ഒരു കെമിക്കലൈസേഷൻ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ സിങ്ക് ആയിട്ടൊരു പ്രോസസ്സ് നടക്കുന്നതാണ് അസിഡിഫിക്കേഷൻ. ഈ അസിഡിഫിക്കേഷൻ കാരണം എന്താണ്, ഒരുപാട് ജീവികൾ ഓക്സിജൻ്റെ അളവ് കുറയുന്നു, അങ്ങനെ ഒരുപാട് ജീവികൾ മരണപ്പെടാം. മറൈൻ സ്പീഷീസിനൊക്കെ ഒരുപാട് അപകടമുള്ള, അതിൻ്റെ ബയോഡൈവേഴ്സിറ്റി തകർക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അസിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഓഷ്യൻ സർഫേസിൽ കൂടുന്ന ഒരവസ്ഥ, അത് കെമിക്കൽ ഒരു പ്രോസസ്സ് കെമിക്കൽ ആക്ടിവിറ്റിയിലൂടെ അസിഡിഫിക്കേഷൻ നടക്കുകയാണ്. സോ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. സോ ഇത് കുറച്ച് ചോദ്യങ്ങളാണ്. വിത്ത് റെഫറൻസ് ടു ദി നോർത്ത് സ്റ്റാർ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്.
It always remains in the same position in the sky, thus helps to find direction. It is located in the Ursa Major constellation. So it always, നോർത്ത് സ്റ്റാറിനെ കുറിച്ചാണ്. ഇറ്റ് ഓൾവേസ് ഇൻ ദ സെയിം പൊസിഷൻ ഇൻ ദ സ്കൈ ഹെൽപ്സ് ടു ഫൈൻഡ് ഡയറക്ഷൻ. എന്താണ്? ഇറ്റ് ഓൾവേസ് റിമെയിൻ ഇൻ ദി സെയിം പൊസിഷൻ ഇൻ ദ സ്കൈ. ശരിയാണ് അല്ലേ? എന്താണ്? ഒരു പൊസിഷൻ തന്നെയാണ് നിൽക്കുന്നത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി ഉർസ മേജർ കോൺസ്റ്റലേഷൻ. ഇത് രണ്ടും ശരിയല്ലേ? രണ്ടും ശരിയാണ്. കാരണം എന്താണ്? ഇത് സെയിം പൊസിഷനാണ്. നോർത്ത് സ്റ്റാർ എന്താണ് നിൽക്കുന്നത്? അതുപോലെ തന്നെ ഇത് എന്താണ്? ഉർസ മേജർ കോൺസ്റ്റലേഷനിലാണോ നിൽക്കുന്നത്? അല്ല, ഉർസ മൈനറാണ്. സോ അതാണ് തെറ്റ്. സോ നമ്മളെന്താണ്? ഉർസ മൈനറാണ്, മേജർ അല്ല, ഉർസ മൈനറാണ്. സോ അപ്പോൾ ഒണ്ണുള്ളിയാണ് ശരി. സോ അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. നെബുലാർ ഹൈപ്പോത്തിസിസ് വാസ് പ്രപ്പോസ്ഡ് ബൈ Laplace, which considered the planet were framed out of a cloud of a material associated with the youthful sun. എന്താണ്? ശരിയാണ്. എന്താണ്? നെബുലാർ ഹൈപ്പോത്തിസിസ്, നെബുലാർ തിയറി ഓഫ് ലാപ്ലേസ് എന്താണ് പറയുന്നത്? ഈ പ്ലാനറ്റ് ഉണ്ടായത് എങ്ങനെയാണ്? ഈ പറയുന്ന ഒരു യൂത്ത്ഫുൾ സണ്ണായിട്ടുള്ള ക്ലൗഡിൽ നിന്നാണ് ഉണ്ടായത്. അക്കോർഡിംഗ് ടു ദ ബിഗ് ബാങ് തിയറി, ഇൻ ദ ബിഗിനിങ് all matter forming the universe existed on place in the form of tiny ball with an unimaginably small volume, low temperature ആണോ? ഡെൻസിറ്റി ആണോ? അല്ല, ഇൻഫിനിറ്റ് ടെമ്പറേച്ചർ ആൻഡ് ഇൻഫിനിറ്റ് ഡെൻസിറ്റി ആണ്. ഇവിടെ എന്താണ്? നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റ് പറ്റാം. ഇത്രയും ഭാഗം ശരിയായി, പക്ഷേ അവസാന ഭാഗം എന്താണ്? ഒരു ചെറിയൊരു തെറ്റ്. അതാരും ശ്രദ്ധിക്കത്തില്ല, നമ്മൾ ശ്രദ്ധിക്കത്തില്ല. സോ എന്താണ്? അത് തെറ്റാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? ഒണ്ണുള്ളിയാണ് ശരി. കാരണം എന്താണ്? ഇൻഫിനിറ്റ് ടെമ്പറേച്ചറാണ്, അപാരമായ ടെമ്പറേച്ചറാണ്. ലോ ടെമ്പറേച്ചർ ആണോ? അല്ല, അപാരമായ ടെമ്പറേച്ചറും അപാരമായ ഡെൻസിറ്റിയുമാണ്. ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ അപാരമായ എന്നാണ് അതിൻ്റെ അർത്ഥം, അപാരം. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കൺസിഡർ ദ ഫോളോയിങ് പ്ലാനറ്റ്സ്. എന്താണ് ഇത് എന്താണ് ചോദ്യം വെച്ചാൽ, ഇതിനകത്ത് ചോദ്യം നെപ്റ്റ്യൂൺ, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തുള്ള ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ആർ ദി ഇന്നർ പ്ലാനറ്റ്സ്? വിച്ച് ആർ ദി ഇന്നർ പ്ലാനറ്റ്സ് ആണ്. വിച്ച് ആർ ദി ഇന്നർ പ്ലാനറ്റ്സ്? നെപ്റ്റ്യൂൺ, ജൂപ്പിറ്റർ, സാറ്റേൺ. നെപ്റ്റ്യൂൺ, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്. ഇതിൽ ഏതാണ് ഇന്നർ പ്ലാനറ്റ്സ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് ഇന്നർ പ്ലാനറ്റ്സ് ഉണ്ടോ? ഇല്ല. ഇതിനകത്ത് എല്ലാം കൊടുത്തിരിക്കുന്നത് എന്താണ്? ഔട്ടർ പ്ലാനറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്നർ പ്ലാനറ്റ്സ് ഏതൊക്കെയാണ്? ഇന്നർ പ്ലാനറ്റ്സ് നമ്മുടെ എർത്ത്, വീനസ്, മെർക്കുറി, മാർസ് ആണ്. ഇതിനെ എന്താണ്? ടെറിറ്ററി എന്താണ് ഈ പറയുന്ന എന്ത് പ്ലാനറ്റ് എന്നുകൂടി പറയപ്പെടുന്നുണ്ട്? ടെറസ്ട്രിയൽ പ്ലാനറ്റ് എന്നുകൂടി ഇതിനെ പറയപ്പെടുന്നുണ്ട്. സോ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാനറ്റ്സ് ഈസ് കൺസിഡർഡ് ആസ് ദി എർത്ത് ട്വിൻ? എർത്ത് ട്വിന്നായിട്ട്, എർത്തിൻ്റെ ഇരട്ടയാണ് കാണപ്പെടുന്ന പ്ലാനറ്റ് ഏതാണ്? അത് നമുക്കറിയാം, വീനസ് ആണ് എർത്ത് ട്വിൻ എന്നറിയപ്പെടുന്ന പ്ലാനറ്റ്. സോ ഇത്രയും ക്വസ്റ്റ്യനാണ് ഇന്നത്തേക്കുള്ളത്. സോ എല്ലാവർക്കും ഈദ് മുബാറക്ക് നേരുന്നു. സോ താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്.